ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോഴേ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അതിൻ്റെ അടുത്തുള്ള ആ ബെല്ലൈക്കണോ അമർത്തിക്കണം. അപ്പം നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇന്ന് ഞാൻ ഒട്ടും പ്ലാൻ ചെയ്യാണ്ടാണ് കേട്ടോ വീഡിയോ എടുത്തത്. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ കിടന്നതിന് ശേഷം മോൾ എത്രയായിട്ടും ഉറങ്ങണില്ല. പിന്നെന്ത്, നമുക്ക് വിശക്കാൻ തുടങ്ങി. പക്ഷെ എത്ര വിശക്കാൻ തുടങ്ങിയാലും ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കലൊന്നുമില്ല സാധാരണ. ഇന്ന് അഫ്സുക്കാക്കും നൈസായിട്ട് വിശക്കുന്നുണ്ട്. അപ്പം ഞാൻ ഏതായാലും അഫ്സുകാർ എന്നാ വേർപ്പിക്കാൻ വിചാരിച്ചു. എന്നാൽ എന്തേലും ഒന്ന് ഉണ്ടാക്കി തരുമല്ലോ. അങ്ങനെ കുറേ അഫ്സുകാരെ വേർപ്പിച്ചതിന് ശേഷം അഫ്സുക പറഞ്ഞു എന്നാൽ ഞാൻ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. ഈ സംഭവത്തിന് ഒന്നും വേണ്ട കേട്ടോ. 2 പഴം, 2 എഗ്ഗ്, 1 ഏലക്ക, കുറച്ച് പഞ്ചസാര, അതെല്ലാം ബട്ടറിലിട്ടൊന്ന് സെറ്റാക്കിയാൽ സംഭവം റെഡി ആവും കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കിച്ചണിൽ കയറിട്ടോ. നമ്മളെ ചങ്ങായി കുക്കിങ് ഭയങ്കര എക്സ്പേർട്ടും കിച്ചണിൽ കയറി ഭയങ്കര പരിചയം ആയതുകൊണ്ട് ബട്ടറൊക്കെ ഇട്ടോണ്ടിരിക്കുന്നേരം ഫുള്ളായിട്ട് നിലത്തേക്കൊക്കെ വീകുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ, നല്ലോണം പരിചയം ഉണ്ട് എന്നുള്ള കാര്യം. ഈ സംഭവം ഉണ്ടാക്കാൻ വരുന്നേരം മാസ് ഇൻട്രൊഡക്ഷനൊക്കെ എനിക്ക് തന്നത് ഇത്. അങ്ങനെയാണ് ഇത് കഴിച്ചാൽ ഭയങ്കര സംഭവമാണ്. ഞാൻ എൻ്റെ വീട്ടിലാകുമ്പോൾ എപ്പോഴും ഉണ്ടാക്കേണ്ടതെന്നൊക്കെ. സംഭവം തള്ളാട്ടോ, ആരുണ്ടാക്കണ വെറും തള്ളി മറിക്കുക. സത്യം പറഞ്ഞാൽ ഇതിന്റെ പേരെന്താന്ന് പോലും അഫ്സുഖാക്ക് അറിയില്ല. എന്നോട് പറഞ്ഞാൽ എന്താ എനിക്കിഷ്ടമുള്ളൊരു പേര് കേട്ടോ. അഫ്സുഖാക്ക് പിന്നെ കുറച്ച് പഞ്ചസാര അതിലോ പോയി മതിരണ്ടായാൽ മതി സംഭവത്തിന്. അപ്പോൾ സാധനം സെറ്റാണ് മൂപ്പർക്ക്. അതിൻ്റെ ഇടയിൽ മോൾ എന്തൊക്കെയോ വന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് ബട്ടറാണ്, ഇത് എഗ്ഗാണെന്നൊക്കെയാണ് വന്ന് പറയുന്നത്. പിന്നെ ഓള് പറയണ്ട ഓക്ക് എഗ്ഗ് പൊട്ടിച്ചിട്ട് ഒഴിക്കണോ, പിന്നെന്താ ഓക്ക് കുത്തണം, ഓക്കെ ഇളക്കണം, അങ്ങനെ എന്തൊക്കെയോ ഓള് വന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ ഓട്ടം കണ്ട നിങ്ങൾ വിചാരിക്കും എന്തിനാ പോടുന്നത്. സംഭവം ഒന്നല്ല, ഒരു ഏലക്കായ എടുക്കാൻ. ഏലക്കായ എടുത്തിട്ട് ആ ടൈലുമേൽ അടിച്ചിട്ട് കുത്തണം കേട്ടോ. ആ സംഭവത്തിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് ഇവിടെ വെച്ച് കുത്തി പിന്നെ അതിലേക്ക് തന്നെ ഇടേ. നമ്മൾ അതിൽ വെച്ചല്ലേ കുത്തി. നമ്മൾ അഫ്സുഖാനോട് അത് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല, എനിക്ക് സ്റ്റാൻഡേർഡ് തീരെ വേണ്ട, ഞാൻ എവിടെയെങ്കിലും വെച്ച് കുത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ എഗ്ഗ് ഒഴിക്കണേരം പിന്നെ മൂപ്പത്തിക്ക് ഭയങ്കര കച്ചറ, എനിക്ക് ഒഴിക്കണോ കേട്ടോ. അങ്ങനെ ഓളെ ഒഴിപ്പിച്ചിട്ടോ. പിന്നെ അടുത്ത ഓക്ക് സംഭവം ഇളക്കണമെന്ന്. അങ്ങനെ അത് ഇളക്കിപ്പിക്കുകയും ചെയ്തേരം ഓക്ക് കുറച്ച് സമാധാനം കിട്ടിട്ടോ. അങ്ങനെ ഇവര് രണ്ടാളും കൂടി ഇളക്കിയും കുത്തിയും അടുക്കളന്റെ കാര്യത്തിലൊരു തീരുമാനം ഒരാക്കിയെടുത്തിക്കണ്. പിന്നെ തേങ്ങ ഒന്നും ചിരണ്ടാനുള്ള ഒരു മൂഡില്ലാത്തത് കൊണ്ട് തന്നെ റെഡിമെയ്ഡ് തേങ്ങ ഉണ്ടായിട്ടോ, അതെടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ സംഭവം സെറ്റ് ആയിക്കണ്. കാണാനൊരു രസമല്ലെങ്കിലും കഴിക്കാൻ സംഭവം ഓക്കെ ആട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം, പെട്ടെന്ന് ആവുകയും ചെയ്യും, അങ്ങനെ വേഗം കഴിക്കുകയും ചെയ്യും. അങ്ങനെ സംഭവം സെറ്റായിട്ടോ. അതിലേക്ക് കുറച്ച് മധുരം കൂടി ഇട്ടെടുത്താൽ സാധനം റെഡി ആയിട്ടോ. അപ്പം ഞങ്ങളെപ്പോലുള്ള ഇങ്ങനെ മടിയന്മാരും രാത്രി വിശക്കുന്നവരും ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ സംഭവമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. പെട്ടെന്നാവുകയും ചെയ്യും, നമുക്ക് പെട്ടെന്ന് കഴിച്ച് കിടക്കുകയും ചെയ്യട്ടോ. അപ്പം വീഡിയോസ് കാണുന്നവർ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ, അസ്സലാമു അലൈക്കും. സംഭവത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടെന്നാട്ടോ പറയുന്നത്. അപ്പോൾ ഓക്കെ.